ഇപ്പൊ ഈ സദസ്സിലൊക്കെ ദിക്റില്ലുമ്പോ നമ്മൾ അച്ചടക്കത്തോടെ ചൊല്ലും. പക്ഷെ എവിടുന്ന് ദിക്റില്ലാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിലും നമ്മളെ മനസ്സ് ഒന്നാകണം, രണ്ടാകരുത്. മനസ്സിലാണ്ടോ? മനസ്സിലാകുന്നില്ല? ഇത് ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുർആനോത്തിന് അദബ് പഠിപ്പിച്ചപ്പോ പറഞ്ഞൊരു അദബാണ്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. നമ്മളെ തന്നെ പറഞ്ഞ കുട്ടികൾ, പുറത്തുള്ളവരെ കൊണ്ട് കാര്യമൊന്നുമില്ല, കുറെ അന്താരാഷ്ട്ര കാര്യം പറഞ്ഞ കാര്യം. എന്താ പരിപാടി? ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും, പിന്നെ ഫേസ്ബുക്ക് വായിക്കണുണ്ടാവും. ഹതഭാഗ്യരാണ് അവര്. ഏതെങ്കിലും വീട്ടിൽ മൗലൂദ് ഓതുന്നുണ്ടാകും, മെസ്സേജ് വായിക്കുന്നുണ്ടാവും. ചെയ്യരുത്, മോശാണത്. നിങ്ങളെ കൽബ് എവിടെ? നാവ് എവിടെ? നാവ് ഒരു സ്ഥലത്തും, കൽബ് വാട്സാപ്പ് മെസ്സേജ്. നാവ് ഇങ്ങനെ വെറുതെ ഒരു മൂളക്കത്തിൽ ഇങ്ങനെ അന്തതത്തുരു ബൈനനാ ബൈനനാ. ഇതാ പരിപാടി. ഒറ്റ മോശാണ്, ഏർപ്പാട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ ഹദ്ദാദ് ചൊല്ലുമ്പോ, വേറെ ഏതെങ്കിലും ഔറാദിൽ ഏർപ്പെടുമ്പോ നിങ്ങളെ മനസ്സ് വേറൊന്നിലേക്കും നാവ് വേറൊന്നിലേക്കും ആക്കരുത്. മനസ്സും നാവും ഒരേ രൂപത്തിൽ ബന്ധപ്പെടുന്ന ദിക്റാകണം, മൗലിദാകണം, മറ്റു അമലാകണം. അപ്പോഴേ അതിന് ശരിയായ നിലക്കുള്ള ഫലം ലഭിക്കൂ. നമ്മൾ ചൊല്ലുന്നുണ്ട്, ഒരു പക്ഷേ ഇത് പ്രഹസനമായി മാറും. മൗലൂദിന്റെ സദസ്സിലൊക്കെ മൂപ്പര് പങ്കെടുക്കുന്നുണ്ട്. മൗലൂദ് കഴിഞ്ഞിട്ട് എത്ര ഹദീസാണ് ഓതിയും ചോദിച്ചു. അതാ ഉസ്താദ്മാരൊക്കെ കൂടി ചെല്ലിയില്ല. അതിപ്പോ എണ്ണ കണക്കൂട്ടാണ്ടോ? എണ്ണ അറിയില്ല. മൗലൂദ് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിട്ടില്ലല്ലോ. എന്റെ ഓതിയില്ലാന്ന് തോന്നാൻ കാരണം ഒരു വേറെ ലോകത്തേന്നു. കണ്ടില്ലേ നിങ്ങൾ? അതിന് മൗലൂദ് നടത്തുമ്പോ തന്നെ നല്ല എന്താ നിങ്ങൾ അവിടെ ഒരു കൊട്ട വെക്ക. എല്ലാ മൗലൂദിന്റെ സദസ്സിലും രണ്ട് ഭാഗത്ത് കൊട്ട. എന്തിനാ കൊട്ട വെക്കുന്നത്? മൊബൈലൊക്കെ സൈലന്റ് ആക്കി കൊട്ടയിലിടാൻ. നിങ്ങളൊരു കുത്തുബിയത്ത് നടത്തുമ്പോ എല്ലാരും മൊബൈൽ വാങ്ങിയിട്ട് കൊട്ടയിലിട്ട് കുത്തുബിയത്ത് നടത്തി നോക്കി. ആ കുത്തുബിയത്ത് ഭംഗിയായ നിലക്ക്. കാരണം ഇത് കിട്ടിയിട്ട് വേണ്ട അവർക്ക് പോവാന്. ഇതൊക്കെ സ്വിച്ച് ഓഫും അല്ലേ? എന്താ നടക്കുന്ന മഷറിയിലെ തെരുവുണ്ടോ? ബേജാറായിട്ട്. അതേ സമയത്ത് ഏതൊരു സംഗതിയിൽ നിൽക്കുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ വരെ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിപ്പോകാൻ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകും. സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയിലായിട്ട് വേണം ദിക്ർ ചൊല്ലാൻ. നല്ല ഫലം കിട്ടുന്ന രൂപത്തിൽ ദിക്ർ, മനസ്സിനൊരു ഏകീകരണം വരണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകും.